ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ആട് പൊന്മയിലെ നരിവേട്ട എന്ന് പറയുന്ന ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന സിനിമയിലെ സെക്കൻഡ് സിംഗിൾ അത് അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ലിറിക്കൽ വീഡിയോ ആണ്. 4 മിനിറ്റ് 28 സെക്കൻഡ് ആണ് ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആൻഡ് കമ്പോസിഷൻ ബൈ ജെയ്ക്സ് ബിജോയ് ആൻഡ് വയനാടൻ പുലയ. ഇവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ അതുൽ നറുകര ആൻഡ് ടീമാണ്. അതുൽ നറുകര, ബിന്ദു ചേലക്കര കേട്ടോ, ആൻഡ് ടീമല്ല. മ്യൂസിക് പ്രൊഡ്യൂസർ ജെയ്ക്സ് ബിജോയ് തന്നെയാണ്. മണിമാരൻ, എബി ടോം. കോറസ് ടീം സോൾ ഓഫ് ഫോൾക്ക്. അതാണ് നമ്മുടെ സോൾ ഓഫ് ഫോൾക്ക് ആണ് നമ്മുടെ അതുൽ നറുകരയുടെ ടീം. ഈ അതുൽ നറുകര എന്ന് പറയുന്നത് വൈഫിന്റെ സീനിയറോ അങ്ങനെ എന്തൊക്കെയാണ്, സീനിയറാണോ ജൂനിയറാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇനി വേറെന്തെങ്കിലും ആയിക്കോട്ടെ, പയ്യന്റെ വോയിസ് ഒരു രക്ഷയില്ല, കിട്ടുന്ന സാധനമായിരിക്കും. നമുക്ക് നോക്കാം. ഇതൊരു നാടൻ പാട്ട് പോലെയുള്ള ഒരു ആക്ച്വലി ഒരു ഫോൾക്ക് ആ ഫീൽ തന്നെയാണ് തരുന്നത്. സോ ലിറിക്കൽ വീഡിയോ ആട് പൊന്മയിലെ, ലെറ്റ്സ് വാച്ച്. അതൊക്കെയാണത്. വേവോ വാവേ കന്നിയോടമ്പ് പിഞ്ചിയതോര് കണ്ണേ നെഞ്ചേ കണ്ണീരാ. ആഹാ, അനുരാജ് മനോഹർ. ആട് പൊന്മയിലെ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലെ മേളാങ്കൂട്ടം വരും. ആട് പൊന്മയിലെ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലെ മേളാങ്കൂട്ടം വരും. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളും ജലം പണിഞ്ഞ് കോമരം തുള്ളണത്. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളും ജലം പണിഞ്ഞ് കോമരം തുള്ളണത്. ആട് പൊന്മയിലെ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലെ മേളാങ്കൂട്ടം വരും. വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ, എന്തൊരു ബാല്യകാലം അയിനങ്ങും കൊണ്ടങ്ങും പോയേ. വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ, എന്തൊരു ബാല്യകാലം അയിനങ്ങും കൊണ്ടങ്ങും പോയേ. പൂവോ 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 നല്ലൊരലങ്ങി പൂവോ, പൂവോ 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 നല്ലൊരു ജനപ്പൂവോ, പൂവോ പൂവോ കാണാൻ നല്ലൊരു മുല്ലപ്പൂവോ. പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്, പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്. ആട് പൊന്മയിലെ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലെ മേളാങ്കൂട്ടം വരും. വയനാട് പുലയാട്ടോ, വയനാടൻ അല്ല, വയനാട് പുലയ. അതുൽ നറുകര, ബിന്ദു ചേലക്കര. ആ ബിന്ദു ചേലക്കരയുടെ വോയിസ് രക്ഷയില്ല കേട്ടോ. ആ തുടക്കം കിടിലായിരുന്നു. അതിൽ of course പുള്ളി. അക്കരെ കുന്നു ഇക്കരെ കാടു ചക്കര തോട് പാറമേടു ചേരിക്കുന്നു കേറി വന്ന ചിങ്ങത്താമല നരിയോ. മൂളുന്നോല് നിരങ്ങുന്നോല് കാട് കേറി അലറുന്നോല് കാട്ടുമേട് കേറി വന്ന കാട്ടുവേട്ട നരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. കാടിളക്കി കരയിളക്കി വീടിളക്കി വഴിയിളക്കി വേട്ടക്കാര് തേടിപ്പോയ കാട്ടുവാഴു നരിയോ. അമ്പെടുത്ത് വില്ലെടുത്ത് കല്ലെടുത്ത് കവണെടുത്ത് 4 കാട് കേറിപ്പോവ വീട്ടുകാര് വരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. മണ്ടുന്നോല് മറയുന്നോല് കറങ്ങുന്നോല് തിരിയുന്നോല് 4 പാടും ചിതറുന്നോല് 4 കാലം നരിയോ. പിടിക്കുന്നോല് കെട്ടുന്നോല് വലിക്കുന്നോല് തൂക്കുന്നോല് നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ, നരിയോന്തര നരിയോന്തര നരിയോന്തര
എബിൻ ജോസഫ്. ഓ ഓ ബീജിയം. എന്താണത്? വീട്ടിലെ ബീജിയം. ജേക്സ് ബിജോയ്. ഓ എൻഡ് എന്ന് പറയണതല്ലോ വേറെ ലെവല് സാധനം. എന്ത് ബീജിയമാണിത്. ഓ ഭയങ്കര കേട്ടോ, സീരിയസ്ലി. ഇത് ഏതാണ് അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്നല്ലല്ലോ പറയാ. അയ്യോ നമ്മുടെ ഇൻസ്ട്രുമെന്റ്, ആ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് അറിയേണ്ടത്. എന്താണ് സാധനം അല്ലേ? അത് മറ്റേ സാധനമാണോ, മറ്റേ ഊതണ സാധനത്തിന്റെ എന്തെങ്കിലും വെറൈറ്റി സാധനമാണോ? നമ്മൾ ഭയങ്കര കാഹളം വിളിക്കുന്ന പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിന്റെ പേരറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ. എന്തായാലും ഒരു രക്ഷയില്ല. ആൻഡ് ജേക്സ് ബിജോയ് ഡേ ബൈ ഡേ, അല്ലെങ്കിൽ ഓരോ ഫിലിം ബൈ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ സിനിമ കഴിയും തോറും ആളിങ്ങനെ സ്വയം ഇങ്ങനെ മൂർച്ച കൂട്ടി കൂട്ടി വേറെ ലെവലിലേക്കാണ് പോകണം. ആൻഡ് ജേക്സ് ബിജോയുടെ മ്യൂസിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ആള് ഭയങ്കര മെച്ചോർഡാണ്. മ്യൂസിക്കിൽ നമുക്കത് അറിയാനുണ്ട്. അതായത് സാധാ ഇപ്പോഴത്തെ ആളുകൾക്ക് വേണ്ടി ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ ടപ്പാൻ കുത്തു സാധനവും മറ്റും മറിച്ചും കയറ്റിയിട്ടുള്ള പരിപാടിയല്ല. ഭയങ്കര ക്ലാസിയാണ് ആൻഡ് സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊരു പരിപാടി എന്നാ ഞാനൊരു മ്യൂസിക് ഡയറക്ടറെ കാണിച്ചേക്കണം, നോക്കണം എന്ന് പറഞ്ഞിട്ട് സാധനം തരില്ല. എന്താണോ ആ സിനിമ ആവശ്യപ്പെടുന്നത്, പ്രേക്ഷകനിലേക്ക് എന്താണോ എത്തേണ്ടത്, എക്സാക്ട് ആ ഒരു എമൗണ്ട്, ആ ഒരു വോളിയം എത്രയാണോ അത് മനസ്സിലാക്കി അതിലാണ് തരുന്നത്. അത് ജേക്സ് ബിജോയുടെ ഒരു ഭയങ്കര പ്രത്യേകത. ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ജേക്സ് ബിജോയെ വേറിട്ട് നിർത്തുന്നത് അത് തന്നെയാണ്. ആൻഡ് ഇവിടെ വരുമ്പോഴും അബ്ദുൽ നഗറിന്റെ വോയിസ് ആൻഡ് ഫസ്റ്റ് ബിന്ദു ചേലക്കർ, അതിനല്ലേ പേര്, പുള്ളിക്കാരിയെ തൊട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എന്താ രസം കേൾക്കാൻ അല്ലേ. ആ കറക്റ്റ് ആ ടൈപ്പ് പാട്ടുകൾ ഉണ്ടല്ലോ, ആ ഫോൾക്ക് ഉണ്ടല്ലോ, അതിന്റെ ആ ഫീല് കറക്റ്റ് ആയിരുന്നു കൊണ്ടുവരാൻ പറ്റി. ആൻഡ് അബ്ദുൽ നഗർ നമ്മൾ ഒരുപാട് കേട്ടു, പുള്ളി വേറെ ലെവലാണൊന്നും പറയാനില്ല. സോ ഇത് ഗംഭീരമായിട്ടുള്ള സാധനം എനിക്ക് ഫീൽ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ആൻഡ് എൻഡിലേക്ക് വന്നപ്പോൾ ആ സാധനം, പ്ലീസ് അത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് എന്താണ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്തിട്ടില്ലെന്ന് അറിയണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഒരു രക്ഷയില്ലാത്ത സാധനം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ബിക്കോസ് ഈ പടം വരുന്നത് 21 തീയതി തന്നെയല്ലേ, ഡേറ്റ് എനിക്ക് മാറിയൊരു ഡൗട്ട് ഉണ്ട്. 21 എനിക്ക് തോന്നുന്നത്, മെയ് 21. ഭയങ്കര കട്ട വെയിറ്റിംഗ് ഉള്ള സിനിമയാണ്. ആദ്യമൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊന്നും എനിക്കില്ലായിരുന്നു. ബട്ട് അതിന് ശേഷം വന്നിട്ടുള്ളതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ പാട്ടോട് കഴിയുമ്പോൾ വീണ്ടും കാണാനുള്ള പ്രതീക്ഷ ഭയങ്കരമായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു സിനിമയിൽ നല്ല വിഷ്വൽസ് ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അത് നമ്മളെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അവിടെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഏകദേശം. ആൻഡ് ജേക്സ് ബിജോയുടെ മ്യൂസിക് കൂടെ ആകുമ്പോൾ നല്ലൊരു കിഡിലും വിഷ്വൽ ട്രീറ്റ് ആവാനുള്ള സാധ്യത കൂടി ഉണ്ട് നരിവേട്ട എന്നാണ് തോന്നുന്നത്. എന്തായാലും ടൊവിനോയുടെ അടുത്തൊരു വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചാല.